students, very good morning all. All are welcome to Cost and Management Accounting video classroom. Today we are going to discuss process costing, second part of module 4. There are certain products which have to pass through two or more distinct stages of manufacture before completion. Each stage of manufacture is called process. The method of costing followed in such industries is process costing. Meaning, process costing is a method of costing which is used to ascertain the cost at each stage of production. It is one of the basic methods of costing. It is used in those industries where a product passes through different stages of manufacture before it becomes a finished product. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒന്നിലധികം സ്റ്റേജസ് യൂസ് ചെയ്യുമ്പോഴാണ് പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന കോസ്റ്റാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോഡക്റ്റ്, ദാറ്റ് മീൻസ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ആകുന്നതിന് മുമ്പ് കടന്നു വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ്, ആ ഓരോ സ്റ്റേജസിലും ഉണ്ടാകുന്ന പ്രോസസ്സ് അതിൻ്റെ കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത് പോവുകയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു കോസ്റ്റിംഗ് ഓഫ് ഓപ്പറേഷൻസ് ഓർ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് ഒത്തിരി റോ മെറ്റീരിയലിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് ഉണ്ടായേക്കാവുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ കോസ്റ്റിങ്ങിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then definition. According to Kohler, process costing is a method of costing whereby costs are charged to processes or operations and averaged over units produced. ഇപ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അതിലൂടെ എത്ര പ്രോസസ്സ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്തെല്ലാം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള ഓരോന്നിൻ്റെയും കോസ്റ്റും ഡിഫറെൻറ്റ് വേസിലൂടെ കാൽക്കുലേറ്റ് ചെയ്തു പോവുകയും ചെയ്യുന്നു. സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പ്രോസസ് ടു വിച്ച് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ദെയർ ഓൺ ആർ ഡെബിറ്റഡ്. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ പ്രോസസ് അക്കൗണ്ടിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഓരോ പ്രോസസ്സിനും ഓപ്പൺ ചെയ്യണം. ദെൻ അതിനുണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ, അതായത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുണ്ടാകുന്ന എക്സ്പെൻസ് എന്താണോ ആ എക്സ്പെൻസസ് ഒക്കെ പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റാണ് ചെയ്യുക. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പ്രോസസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണോ പ്രോസസ്സ് നടന്നിട്ടുള്ളത്, അതായത് എൻഡ് സമയത്തുള്ള പ്രോസസ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് സ്റ്റേജ്. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ്. അതുകൊണ്ട് ഇതിനെ ആവറേജ് കോസ്റ്റിംഗ് എന്ന് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട്സ്. ഇപ്പോൾ പ്രോസസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എക്സാമിന് ചോദിക്കാറുണ്ട്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് പ്രോസസ് കോസ്റ്റിങ്ങിൽ. ദെൻ പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് സിറ്റുവേഷൻ. നമ്പർ 1, സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ്, ദാറ്റ് മീൻസ് വിത്തൗട്ട് പ്രോസസ് ലോസ്. Second one, process costing with normal process losses. Third one, process costing with abnormal process losses. Then let's go
സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ് വിത്തൗട്ട് പ്രോസസ് ലോസസ്. അപ്പോൾ ഈ 3 സിറ്റുവേഷനാണ് നമ്മളിവിടെ ഈ ഒരു സിലബസിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ്, രണ്ടാമത്തത് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് വിത്ത് നോർമൽ പ്രോസസ്, ദെൻ പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് abnormal losses. Okay, then first of all, simple process account. How to prepare simple process accounts? In this case, it is very easy to prepare process accounts. A separate account is opened for each process. All cost, that is material, labor, direct expense and overhead, are debited to process account. അപ്പോൾ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഡ്രോ ചെയ്യുന്ന സമയം അതിനകത്ത് മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ സമ്മറിയാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ എവിടെ കാണിക്കുക? പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രോസസ് ഈസ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്. അപ്പോൾ അതിനുണ്ടായിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് എന്താണോ അത് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്ത് പോവുകയാണ്. അതായത് ഫസ്റ്റ് പ്രോസസ്സിലുണ്ടായ കോസ്റ്റ് സെക്കൻഡ് പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സെക്കൻഡ് പ്രോസസ്സിലുണ്ടായ ഫസ്റ്റിൻ്റെ ബാലൻസും സെക്കൻഡിലുണ്ടായിട്ടുള്ള കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് സെക്കൻഡ് പ്രോസസ്സ്, തേർഡ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ തേർഡ് പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് വരെ ഈ കോസ്റ്റ് എന്ത് ചെയ്യാണ്? അനദർ പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ റോ മെറ്റീരിയൽ ഓഫ് ദ സബ്സീക്വൻറ്റ് പ്രോസസ്. At the end of each process, the cost per unit is obtained by dividing the total cost by the number of units. അപ്പോൾ എത്രയാണോ ടോട്ടൽ കോസ്റ്റ് ഉണ്ടായിട്ടുള്ളത്, അതായത് ഓരോ പ്രോസസ്സിനും ഉണ്ടായിട്ടുള്ള കോസ്റ്റ്. ഇപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് ആണെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സിനുണ്ടായ ബാലൻസ് പ്ലസ് സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ്, ദാറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, ദെൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് പ്രോസസ്സിൽ എത്ര യൂണിറ്റ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വിൽ ഗെറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്. അതായത് ഓരോ പ്രോസസ്സിലും ഉണ്ടായിട്ടുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫോളോയിങ് ഈസ് എ സ്പെസിമെൻ ഓഫ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്. Question please. Product X requires 3 distinct processes and after the third process the product is transferred to finished stock. You are required to prepare various process accounts from the following information. അപ്പോൾ ഇതിനകത്ത് നടക്കുന്നത് 3 പ്രോസസ്സ് ഉണ്ട്. മൂന്നാമത്തെ പ്രോസസ്സ് എൻഡ് ചെയ്യുമ്പോഴാണ് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്. ടോട്ടൽ മെറ്റീരിയൽ 5000, പ്രോസസ് 1 4000, പ്രോസസ് 2 600, പ്രോസസ് 3 400. Direct labor, total 4000, P1 1500, P1 means process 1, process 2 1600, process 3 900. Direct expenses, total 800, process 1 500 and process 2 300. Process 3 charge illa. Production overhead, then total 6000. Overhead total 6000 rupees ആണ്. അത് ഏത് പ്രോസസ്സിനാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ടോട്ടൽ 6000 ഓവർഹെഡ് എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ടു ബി അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് 150% ഓഫ് ഡയറക്റ്റ് വേജസ്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ വോളിയം 6000 ആണെന്ന് പറഞ്ഞു. ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു ബി അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് 150% ഓഫ് ഡയറക്റ്റ് വേജസ്. അപ്പോൾ വേജസ്, ഡയറക്റ്റ് വേജസ് എത്രയാണോ ഉള്ളത് ഓരോ പ്രോസസ്സിലുമുള്ള ഡയറക്റ്റ് വേജസ് എമൗണ്ട് എത്രയാണ് നോക്കുക. ദെൻ അതിൻ്റെ 150% ആണ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു ഈച്ച് ആൻഡ് എവറി പ്രോസസ്. പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരിയഡ് വാസ് 200 യൂണിറ്റ്സ്. അപ്പോൾ ഈ 3 പ്രോസസ്സ് കഴിയുമ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ്. അസ്യൂം ദർ ഈസ് നോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ഇല്ല, അതുപോലെ എന്തില്ല, ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ല. ഇൻ കേസ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, മറന്നു പോകരുത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തില്ല, ഓപ്പണിങ്ങും ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ല.
ഇൻ കേസ് ഇനി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തരുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ റൈറ്റ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ് റൈറ്റ് ചെയ്ത് പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോസസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 പ്രോസസ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സെക്കൻഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തേർഡ് പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അൺടിൽ ദ എൻഡ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എപ്പോഴാണോ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് അതുവരേക്കും എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ എങ്ങനെ പ്രോസസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ടതില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫാക്ട് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു, അതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുന്നു, അത് അടുത്ത പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അടുത്ത പ്രോസസ്സിൽ തന്നിട്ടുള്ള ഫിഗർ എൻ്റർ ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ബാലൻസ് ഫൈൻഡ് ചെയ്യുന്നു, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ എമൗണ്ടും അത് കഴിഞ്ഞതിലുള്ള ബാലൻസും കൂടി ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് പ്രിപ്പറേഷൻ ഇവിടെ എൻഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എമൗണ്ട് കോളം വേണം, അതുപോലെ യൂണിറ്റ്സ് കോളം പ്രൊവൈഡ് ചെയ്യുന്നു. സെയിം വേ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് ആൻഡ് യൂണിറ്റ്സ്. പ്രോസസ് 1 സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പോകേണ്ടതുണ്ട്. സോ യൂണിറ്റ്സ് amount, then units amount. Okay, ready? അപ്പോൾ ഫോർമാറ്റ് ഓക്കെ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഐറ്റം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓരോ ഇവൻറ്റും ഇതിനകത്തേക്ക് എൻ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രോസസ് നമ്പർ 1 4000. സോ direct material 4000, process 1. Direct labor process 1500, direct labor 1500. Direct expenses process 1 500, direct expenses 500. Production overhead total 6000. Then production overhead 150% on wages on each process എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ലേബർ മീൻസ് ഡയറക്റ്റ് വേജസ്. അപ്പോൾ ഇതിൻ്റെ ഈ 1500ൻ്റെ 150%, പ്രോസസ് 2ല് 1600ൻ്റെ 150%, പ്രോസസ് 3ല് 900ൻ്റെ 150%. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഓവർഹെഡ് എങ്ങനെയാണ് കിട്ടുന്നത്, ഡയറക്റ്റ് വേജസിൻ്റെ 150%. സോ 1500 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 100. 50 ഇൻറ്റു 50 225, 2250. ഓക്കെ, പ്രൊഡക്ഷൻ ഓവർഹെഡ് നമുക്ക് കിട്ടി P1. ഇനി നമ്മൾ വേണ്ടത് എന്താ, പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരിയഡ് 200 യൂണിറ്റ്സ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര, 200 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോളത്തിൽ യൂണിറ്റ്സ് കോളത്തിൽ 200 എന്ന് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, 200 യൂണിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യാനുള്ളത്, ഇനി ക്വസ്റ്റ്യനകത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇതെന്ത് ചെയ്യുക, ഈ പ്രോസസ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്നു, അത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്യുന്നു, അതായത് പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ടോട്ടൽ വാല്യൂ ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. പ്രോസസ് 1 എൻഡ് ആവുകയാണ്. എന്ത് ചെയ്യാം, ഇത് ടോട്ടൽ ചെയ്യാം. ഓക്കെ, 50 7 9 17. ഓക്കെ, സോറി 16 അല്ല 12 4 6 7 8 8250 200 യൂണിറ്റ്സ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് നമുക്ക്
കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 200 യൂണിറ്റ്സ് ടോട്ടൽ ഉണ്ട്. അതിന് 8250 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് പ്രോസസ് നമ്പർ 1-ന്. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇത് പ്രോസസ് 2-ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. സോ അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ബൈ പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ പ്രോസസ് 2 എന്ന് എഴുതി കൊടുക്കുന്നു. വിത്തിൻ ബ്രാക്കറ്റ് ട്രാൻസ്ഫർ. എത്ര എമൗണ്ട്? 8250. ക്ലിയർ അല്ലേ? 200 യൂണിറ്റ്സ്, ദെൻ ടോട്ടൽ എമൗണ്ട് 8250. ഇനി എന്ത് ചെയ്യാനുണ്ട്? പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുക പെർ യൂണിറ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ടോട്ടൽ കോസ്റ്റ് എത്ര? 8250 ഡിവൈഡഡ് ബൈ 200. ഓക്കെ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. ഈ 0യും കട്ട് ചെയ്ത് പോകും. 20 ടൈമിൽ, അതായത് 825 ഡിവൈഡഡ് ബൈ 20. ദെൻ എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്? 41.25. ഇവിടെ ടോട്ടൽ കോളത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അത് അതുപോലെ തന്നെ താഴേക്ക് എഴുതുകയാണ്. 200 യൂണിറ്റ്സ് ഉണ്ട്, ദെൻ 8250. അപ്പോൾ നമുക്ക് പ്രോസസ് 1-ലെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 41 രൂപ 25 പൈസ. ഓക്കെ, ഇപ്പോൾ പ്രോസസ് 1 കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് പ്രോസസ് 2 സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ് പ്രോസസ് 2. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, പ്രോസസ് 2 എന്താ ചെയ്യാനുള്ളത്? അതായത് പ്രോസസ് 1-ൽ ഉണ്ടായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോസസ് 2-ലേക്ക് ട്രാൻസ്ഫർ ആണ് എന്നുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം? പ്രോസസ് 2-ൽ ആദ്യം എൻ്റർ ചെയ്യണം. ഓക്കെ, ടു പ്രോസസ് 1 ബൈ ട്രാൻസ്ഫർ എത്ര? 200 യൂണിറ്റ്സ് 8250. ഇനി എന്ത് ചെയ്യണം? ഇതുപോലെ പ്രോസസ് 2-ലുള്ള ഇവന്റ് കോഡ് എഴുതണം. ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര? 600. ഡയറക്റ്റ് മെറ്റീരിയൽ 600. ദെൻ ഡയറക്റ്റ് ലേബർ 1600. ഡയറക്റ്റ് ലേബർ 1600. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസസ് 300. ഡയറക്റ്റ് എക്സ്പെൻസസ് 300. Then production overhead 150% on wages. അപ്പോൾ ഡയറക്റ്റ് ലേബറിന്റെ 1600ന്റെ 150%. ഓക്കെ, പ്രൊഡക്ഷൻ ഓവർഹെഡ് ഈസ് ഈക്വൽ ടു 1600 into 150 divided by 100. അപ്പോൾ 160 into 15 എത്ര വരും? 2400 വരും അല്ലേ? 2400. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇപ്പോൾ പ്രോസസ് 2-ൽ നമ്മൾ തന്നിട്ടുള്ള ഫാക്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? വർക്കൗട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാനുണ്ട്? ഇതിൻ്റെ ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, പ്രോസസ് 2. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് റൈറ്റ് ചെയ്ത് പോകുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്, ദർ ഇസ് നോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ആഡ് ചെയ്യുന്നു. 0 5 7 13 19 21 remaining 2 10 11 13 150 200 യൂണിറ്റ്സ്. അപ്പോൾ 13,150 രൂപ എന്നാണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാനുണ്ട്? കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. എത്ര ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഈ എമൗണ്ട് പൂർണ്ണമായും എന്ത് ചെയ്യുക?
നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇവിടെ എഴുതുന്നു ബൈ പ്രോസസ് 3യിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ. ഓക്കെ, ട്രാൻസ്ഫർ ആണ് എത്ര എഴുതേണ്ടത്? 200 യൂണിറ്റ്സ് 13,150. ഇനി എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പെർ യൂണിറ്റ് is equal to 13,150 divided by 200. നേരത്തെ കേസിൽ 8,250 divided by 200 ആണ്. ഇവിടെ 13,150 200. കാരണം കഴിഞ്ഞ പ്രോസസ്സിൽ ഉണ്ടായിട്ടുള്ള എമൗണ്ടും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നു, പ്ലസ് ഈ പ്രോസസ്സിലുണ്ടായ എക്സ്പെൻസും കൂടി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 65.75. ക്ലിയർ അല്ലേ? 200 13,150. ഓക്കെ, ഇനി എന്ത് ചെയ്യാനുണ്ട്? തേർഡ് പ്രോസസ്സും കൂടി വർക്കൗട്ട് ചെയ്യാനുണ്ട്. വേണ്ടേ? തേർഡ് പ്രോസസ് that is amount, units, then amount, then units. So process 3 ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതിനെയാണ് ആദ്യം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് ചെയ്തു? ടു പ്രോസസ് 2 എങ്ങനെ വന്നിട്ടുള്ളത്? ബൈ ട്രാൻസ്ഫർ. എത്ര? 200 13,150. 200 യൂണിറ്റ്സ് 13,150. ഇനി ഈ പ്രോസസ് 3യിലുള്ള എക്സ്പെൻസ് എഴുതുന്നു. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര? 400. ഡയറക്റ്റ് ലേബർ 900. Then production overhead 150 on wages. So production overhead ഇവിടെ എന്തില്ല? ഡയറക്റ്റ് എക്സ്പെൻസസ് ഇതിനകത്തില്ല. ഓക്കെ, ദെൻ 900 into 150 divided by 100. 0 വെട്ടി 0 വെട്ടി then 1,350. ഓക്കെ, പ്രൊഡക്ഷൻ ഓവർഹെഡ് കിട്ടി. 1,350. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? ഇത് ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 200 യൂണിറ്റ്സ് 0 again 0 14 then 18 then 19 18 3 4 5 1 15,800. ഓക്കെ, ടോട്ടൽ വാല്യൂ എത്ര കിട്ടുന്നത്? 15,800 200 യൂണിറ്റ്സ്. ഇനി എന്ത് ചെയ്യാനുണ്ട്? ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു? 1ലേതുള്ളത് ടോട്ടൽ എമൗണ്ട് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, 2ലുള്ളത് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുകയാണെന്നാണ് പറഞ്ഞത്. സോ ബൈ എൻ്റർ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. എത്ര? 200 യൂണിറ്റ്സ് 15,800. ഇനി ഇതിന്റെ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പെർ യൂണിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 15,800 ഡിവൈഡഡ് ബൈ 200. എത്ര കിട്ടും? 15,800 ഡിവൈഡഡ് ബൈ 200. ഇതുകൊണ്ട് വെട്ടിപ്പോകുമ്പോൾ 14 7 ഓക്കെ 79 പെർ യൂണിറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 79 റുപ്പീസ് കിട്ടും. ഓക്കെ, ഇവിടെ ടോട്ടൽ എഴുതുന്നു 200
15,800. ഇതാണ് സിമ്പിൾ പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് തന്നിട്ടുള്ള എക്സ്പെൻസ് റൈറ്റ് ചെയ്യുന്നു, ടോട്ടൽ യൂണിറ്റ്സ് എൻ്റർ ചെയ്യുന്നു, അത് പ്രോസസ്സ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ വെച്ച് ഇതിൻ്റെ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് നെക്സ്റ്റ് പ്രോസസ്സിൽ അതുപോലെ എൻ്റർ ചെയ്യുന്നു, അതിൻ്റെ എക്സ്പെൻസും കൂടി എഴുതുന്നു, ടോട്ടൽ ചെയ്യുന്നു, അത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഈ ഒരു എമൗണ്ട് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും റൈറ്റ് ചെയ്യുന്നു, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എത്ര പ്രോസസ്സ് ഉണ്ടോ അതിൻ്റെ അവസാനത്തെ പ്രോസസ്സ് എത്തുന്നത് വരെ ബൈ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രോസസ്സിൽ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇത് 2 or 3 ടൈംസിലൊന്ന് വർക്കൗട്ട് ചെയ്ത് എല്ലാവരും പഠിക്കുക. വളരെ സിമ്പിളാണ്. പ്രോസസ് അക്കൗണ്ടിലൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.